ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നവരാത്രി സ്പെഷ്യലായിട്ടുള്ള റവ കൊണ്ടുള്ളൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം. 1 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. റവ ചേർത്ത് കൊടുത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിരിക്കണം. അതിനുശേഷം നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കാം. നമ്മളിത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് കൈയെടുക്കാതെ തന്നെ വറുത്തെടുക്കണം. റവയുടെ കളറൊന്നും മാറിപ്പോകാത്ത രീതിയിൽ വേണം നമുക്കിത് വറുത്തെടുക്കാനായിട്ട്. അപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 5 ഏലക്കായുടെ സീഡ്സ് പൊടിച്ചതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇളക്കി കൊടുക്കാം. നമ്മളുണ്ടാക്കുന്ന ഈ സ്വീറ്റ്സിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏലക്കായയുടെ പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടി പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 കപ്പ് അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ട് 1/4 കപ്പ് അളവിലാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. 1/2 കപ്പ് അളവിൽ പാൽ ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം ചെറു ചൂടോടെ വേണം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് 1/2 കപ്പ് പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. പാലൊഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ടാണ് തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. കുരുവില്ലാത്ത ഉണക്കമുന്തിരിയാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1/4 കപ്പ് അളവിൻ്റെ പകുതി അളവിലാണ് മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ പാത്രത്തിൽ നിന്ന് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഈ പാത്രത്തിൽ തന്നെ ഇരുന്നാൽ പെട്ടെന്ന് തന്നെ കൂടുതൽ ഡ്രൈ ആയിട്ട് പോകും. അതുകൊണ്ടാണ് നമ്മൾ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന് ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാകും. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇതിൽ നിന്നും കുറച്ചെടുത്ത് കയ്യിൽ വെച്ച് ഉരുട്ടിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒരു ബദാം വെച്ച് കൊടുക്കുന്നുണ്ട്. ബദാം നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കണം. ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഓരോ ബദാമും നമുക്ക് 2 പീസായിട്ട് മുറിച്ചെടുക്കണം. ഈ മുറിച്ചെടുത്ത ബദാം എല്ലാം നമുക്ക് ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തു. നവരാത്രി സ്പെഷ്യലായിട്ടുള്ള റവ കൊണ്ടുള്ള സ്വീറ്റ്സ് തയ്യാറായി കഴിഞ്ഞു. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.